പറഞ്ഞില്ല, ഒരു ഡെസിഷൻ അദ്ദേഹം ഏറ്റെടുത്തു. അവിടെയാണ് അഭിമാനത്തോടുകൂടെ നമുക്ക് വലിയൊരു പ്രൊജക്റ്റ് വരുന്നു. RTP നല്ലൊരു കയ്യിൽ കൊടുക്കുക. മന്ത്ലി ഇൻകം 1 ലക്ഷം ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മന്ത്ലി ഇൻകം 50,000 ടു 1 ലക്ഷം ആക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി ഇന്ന് ട്രില്യൻസ് അക്കാഡമി നൽകുന്ന സക്സസ് ഫ്രീ ഗ്ലോബൽ നൽകുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് വരുന്ന ജൂൺ 10, 11 തീയതികളിൽ വയനാട് വെച്ച് നടക്കാൻ പോകുന്നത്. RTP എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം. നിങ്ങൾ ഇന്ന് കേട്ടത് ചെറിയൊരു ക്ലാസ് ആണെങ്കിൽ യഥാർത്ഥ വെടിക്കെട്ട് ആ 4 ആളുകളും അവിടെ പൊട്ടിക്കാൻ പോവാണ്. മിസ്റ്റർ ഗ്രേറ്റ് ഷുഹൈബ് സർ, മിസ്റ്റർ അൽതാഫ് സർ, വൺ ആൻഡ് ഓൺലി ദ ലെജൻഡറി പേഴ്സൺ മിസ്റ്റർ മനോജ് കുമാർ. നല്ലൊരു കൈയ്യടി കൊടുക്കുക. ഇവരൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള സെഷനുകൾ ഒരു ദിവസം താമസിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്ന ഈ ബിസിനസ്സിന് ആരുടെ മുമ്പിലും പോയി പറയാൻ പറ്റുന്ന പുലിക്കുട്ടികളായിട്ട് നിങ്ങളെ ഒരു ദിവസം അവിടെ നിർത്തി പഠിപ്പിച്ച് നിങ്ങളെ രാജകീയമായിട്ട് ശരിക്ക് സൽക്കരിച്ചു വിടുന്ന പ്രോജക്റ്റ് വരുന്ന 10, 11 തീയതിയിലാണ്. മനസ്സിലാക്കുക, 100ന്റെ താഴത്തെ ടിക്കറ്റ് ഉള്ളൂ. ഇപ്പൊ തന്നെ പൗതിയോളം ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ടിക്കറ്റ് പെട്ടെന്ന് ബിന്ദു കൃഷ്ണ ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിൽക്കുക. മന്ത്ലി ഇൻകം 1 ലക്ഷം ആക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് ആണ്. സോ സീരിയസ്ലി പാസീവ് ഇൻകത്തിന് വേണ്ടി ജീവിതം മുന്നോട്ട് പോട്ടെ. ഇല്ലെങ്കിൽ ഈ ചിത്രം ആലോചിച്ചു വെക്കട്ടെ. എന്താ ഈ ചിത്രം? ഈ മനുഷ്യൻ താങ്ങി നിൽക്കുന്നത് എന്താണ്? മക്കളുണ്ട്, വൈഫുണ്ട്, മോളുണ്ട്, മോനുണ്ട്, പേരുണ്ട്, കാറുണ്ട്. ഇതൊക്കെ ലോണാണ്. ഈ താങ്ങാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്നൊന്നും കൂടി ആലോചിച്ച് നോക്കി. ഇല്ലേ? ഈ സാധനം തലയിൽ നിൽക്കാണ്, വെറുതെ പൊളിയും. അതുകൊണ്ട് എന്ത് ചെയ്യുക? പെട്ടെന്നൊരു തീരുമാനം എടുത്തോ. എന്നാൽ ഈ സാധനം ഇറക്കി വെച്ചിട്ട് റാഹത്തായിട്ട് തല പൊന്തിച്ച് നടക്കാം കുറച്ചു കാലം. ഇല്ലേ? ഈ ജീവിതകാലം മുഴുവനും ഈ കുടുംബ ഭാരം തേറി നടക്കേണ്ടി വരും. വേണ്ട, ഈ ഭാരം ഷെയർ ചെയ്യാൻ ഇതുപോലെ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളെ കൂടെ ഉണ്ടാകും. അതിനെ കടന്നു വരിക. MI ലൈഫ്സ്റ്റൈലിലേക്ക് ഈ ചിത്രം പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു ക്ലാസ്. കാര്യം, നമുക്ക് ഈ മനുഷ്യനെ രക്ഷപ്പെടാൻ 2 ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ വിശപ്പടക്കാൻ ഈ ബ്രെഡ് മാത്രം എടുത്ത് തിന്നാം, അല്ലെങ്കിൽ ഈ ചാവി എടുത്ത് കണ്ട ആ ഡോറ് തുറന്നിട്ട് ഈ ബ്രെഡ് എടുത്ത് തിന്നും ചെയ്യാൻ. ഇനി ഇവിടെ എവിടെയെങ്കിലും ബ്രെഡ് വരണമെങ്കിൽ ഉള്ളിന്ന് കൊള്ളി തോണ്ടി എടുക്കേണ്ട ആവശ്യമില്ല, ഫുൾ ടൈം പുറത്തുനിന്ന് എടുത്ത് തിന്നാം. ഇവിടെ ഞാൻ പറയുന്നത് ഇത് ജോലിക്കാരൻ മൈൻഡ് സെറ്റ്. ഒരു ടൈമിലെ ഭക്ഷണം മതി. ഇവിടെ ചാവി എടുത്ത് പോയാൽ ബിസിനസ്സുകാരുടെ മൈൻഡ് സെറ്റ്. അതായത് ഏത് കാലത്തും എനിക്ക് വേണമെങ്കിൽ എന്തും തിന്നാം. അതാണ് ഏത് ബിസിനസ്മാന്റെ ചിന്താഗതി. ഇതിൽ നിങ്ങൾ ബ്രെഡ് എടുക്കോ ചാവി എടുക്കോ? വേഗം പറയും. ബ്രെഡ് വേണം, ചാവി വേണോ? ചാവി നിങ്ങളെ കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല. നിങ്ങളെ കൈക്കലാണ് ചാവി. അത് നിങ്ങൾ തന്നെ തിരിച്ചെന്തോടത്ത് തിരിച്ചു നോക്കി. അപ്പോൾ നല്ല ഫാസ്റ്റ് ഉണ്ടായിക്കോളും. അതുകൊണ്ട് സ്പീഡിൽ എന്താ ചെയ്യുക? ഒരു തീരുമാനം എടുക്കുക. മിസ്റ്റർ ജെഫ് ബെസോസ് പറഞ്ഞ ഒരു വാക്ക് അവസാനിക്കുന്നു ക്ലാസ്. അദ്ദേഹം പറഞ്ഞത് ഇത്രയാണ്. എന്താണ്? ഒരു ജോലിക്കാരൻ ഇന്നേ വരെ ഒരു അത്ഭുതവും ഈ ലോകത്ത് ഉണ്ടാക്കിയിട്ടില്ല. സാലറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം മറപ്പിക്കാൻ തരുന്ന ഒരു ചെറിയ ഡ്രഗ്സ് ആണ്, ഒരു കഞ്ചാവാണ്. എന്ന് പറഞ്ഞാൽ വരുമാനം കിട്ടുമ്പോൾ മീനിനെ പിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇര കൊടുത്തുകാരന് മീനിലിടും, അല്ലേ? ഇത് കണ്ടാൽ താഴത്തുള്ള മീനുകൾ എന്ന് പറയും, ഹായ്യോ എന്ത് സ്നേഹമുള്ള മനുഷ്യന്മാർ. നമ്മളിവിടെ മീനിനെ പിടിക്കാനും തിന്നാനും പൈസ നടക്കുമ്പോൾ ഒരാൾ കൊക്കമ്മ കുളത്തി നമ്മൾ തിന്നാൻ തരുന്നു, ആണോ അല്ലേ? പക്ഷെ അവ തൊട്ടാൽ അപ്പം വലിച്ച് ഉള്ളുകാനിടും. ഇതേപോലെയാണ് ജോലിക്കാരൻ്റെ സ്വഭാവം. അവൻ്റെ മുമ്പിൽ ഇങ്ങനെ ഓഫർ, നിനക്ക് ഇത്ര സാലറി, ഇത്ര വീട്, മറ്റേത് സൗകര്യവും, ഫാമിലി വിസ, ആ വിസ, മെഡിക്കൽ ഇൻഷുറൻസ്. ഇത് കേൾക്കുമ്പോൾ നമ്മളെന്താകും? ഈ കൊക്കമ്മ ചാടി പിടിച്ചും ആ പിടിച്ച ഓർമ്മ നമ്മളെടുത്ത് വലിച്ചിടും. നേരെ മറിച്ച് അവിടെ നിങ്ങൾ ചാവി എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ജെഫ് ബെസോസ് പറയാണ്, ഒരു 4 or 5 കൊല്ലം ഒരു പ്രൊജക്റ്റിന്റെ പാർട്ടായിട്ട് ആരുടെയും തലയിൽ മുറിക്ക് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത സക്സസ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ജെഫ് ബെസോസുമാർ പറയുന്നു. ഇവിടെ ഒരു തീരുമാനമാണ് ആവശ്യമുള്ളത്. നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെടുത്ത തീരുമാനമാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾ ആകുമെങ്കിൽ അത് നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനമാണ്. അതുകൊണ്ട് ഒരു ബെസ്റ്റ് തീരുമാനമെടുത്ത് ഒരു ബെസ്റ്റ് മില്ലേനിയർ ആവാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ. കേട്ടതിന് നന്ദി. സമയം വൈകിട്ടുണ്ട്, സ്പീഡാക്കുന്ന കാര്യങ്ങൾ. ബെസ്റ്റ് വിഷസ് ആൻഡ് ഗോഡ് ആൻഡ് ഓവർ ടു MC. താങ്ക് യു.